ഇതാണ് ആ കാർ, മെഴ്സിഡീസ് ബെൻസ് 190 SL അല്ലെങ്കിൽ W121 എന്ന മോഡൽ. ഇതൊരു 2 ഡോർ ലക്ഷറി കാറാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 1955 അതുപോലെ ഇതിൻ്റെ പ്രൊഡക്ഷൻ നിർത്തുന്നത് 1963 കാലഘട്ടങ്ങളിലാണ്. ഈ 1955 1963 കാലഘട്ടങ്ങൾക്കിടയിൽ മെഴ്സിഡീസ് ബെൻസ് 25,881 വാഹനങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ടെന്നാണ് അവകാശപ്പെടുന്നത്. ഈ വാഹനം പുറത്തിറക്കിയിരിക്കുന്നത് 2 തരത്തിലാണ്. ഒന്ന് ഹാർഡ് ടോപ്പും ഒന്ന് കൺവെർട്ടബിൾ സോഫ്റ്റ് ടോപ്പുമായിട്ടാണ്. അതുപോലെ തന്നെ ബെൻസിൻ്റെ ഒരു ലോഗോ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്, 190 SL എന്നുള്ള ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിലത്തെ ഗ്ലാസ്സിന് ചുറ്റും ഒരു ക്രോം പ്ലേറ്റഡ് ബീഡിങ് നൽകിയിട്ടുണ്ട്. സൈഡുകൾ നോക്കുകയാണെങ്കിൽ സൈഡിലും ക്രോം പ്ലേറ്റിൻ്റെ ബീഡിങ് കൊടുത്തിട്ടുണ്ട്. ഡോർ വരുന്ന ഭാഗം ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ഒരു ലൈൻ പോലെ ക്രോം പ്ലേറ്റഡ് ബീഡിങ് നൽകിയിട്ടുണ്ട്. ഫ്രണ്ട് വശം നോക്കുമ്പോൾ ബമ്പറുകൾ ക്രോം പ്ലേറ്റഡ്, അതുപോലെ തന്നെ ഹെഡ് ലൈറ്റിന് ചുറ്റുമുള്ള റിങ് ക്രോം പ്ലേറ്റഡ് ആണ്. ഇൻഡിക്കേറ്ററിന് ചുറ്റും ചെറിയ റിങ് കൊടുത്തിട്ടുണ്ട്, അതും ക്രോം പ്ലേറ്റഡ് ആണ്. ഫ്രണ്ട് ബാഡ്ജിങ് ക്രോം പ്ലേറ്റഡ്, എല്ലാം ക്രോം പ്ലേറ്റഡ് ആണ്. വാഹനം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ പെയിൻറ്റ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ക്രോം പ്ലേറ്റഡിൻ്റെ ഭാഗങ്ങളാണ്. ഫ്രണ്ട് ഗ്ലാസ് നോക്കുകയാണെങ്കിൽ ആ ഗ്ലാസ്സിന് ചുറ്റും തന്നെ ഒരു ബീഡിങ് ക്രോം പ്ലേറ്റഡ് നൽകിയിരിക്കുന്നു. ഈ വാഹനം എന്തുകൊണ്ടും ഫുള്ളി ക്രോം പ്ലേറ്റഡ് എന്ന് തന്നെ പറയാം. കാരണം ബാക്ക് സൈഡ് നോക്കുമ്പോൾ വലത്തെ സൈഡിലാണ് ഫ്യൂൽ ടാങ്കിൻ്റെ ഓപ്പണിംഗ്, അതുപോലെ തന്നെ ബമ്പർ പ്ലേറ്റഡ്. ടെയിൽ ലാമ്പ് നോക്കുകയാണെങ്കിൽ ടെയിൽ ലാമ്പിന് ചുറ്റും നൽകിയിരിക്കുന്ന ബീഡിങ് ക്രോം പ്ലേറ്റഡ്, എല്ലാം ക്രോം പ്ലേറ്റഡ് മയം തന്നെയാണ്. സൈഡ് നോക്കുകയാണെങ്കിൽ ആ സൈഡിലെ ആ ഒരു പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഡിസൈനിങ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ ഒരു ചെറിയ സ്ലോപ്പുകളും കാര്യങ്ങളൊക്കെ നൽകിയിട്ട് വണ്ടിക്ക് മനോഹരമായിട്ടുള്ളൊരു ഡിസൈനിങ്ങാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ റിയർ വ്യൂ മിററുകൾ അതും ക്രോം പ്ലേറ്റഡ്. ഈ റെഡ് വണ്ടിക്കകത്ത് ഇത്രയും ക്രോം പ്ലേറ്റഡ് വന്നപ്പോൾ തന്നെ ആ വണ്ടിയുടെ ഒരു ഭംഗി നമുക്ക് പെട്ടെന്ന് എടുത്തെറിയാൻ പറ്റുന്നുണ്ട്. ഈ വാഹനത്തിൻ്റെ എഞ്ചിനിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ വാഹനത്തിന് നൽകിയിരിക്കുന്ന ഒരു 1.9 ലിറ്റർ 4 സിലിണ്ടർ ഇൻലൈൻ പെട്രോൾ എഞ്ചിനാണ്. അതും ഒരു സിംഗിൾ ഓവർ ഹെഡ് ക്യാം സിസ്റ്റമുള്ള എഞ്ചിനാണ് നൽകിയിരിക്കുന്നത്. ഈ എഞ്ചിന് പുറന്തള്ളാൻ കഴിയുന്ന മാക്സിമം പവർ എന്നത് 105 PS അല്ലെങ്കിൽ 104 HP അറ്റ് 5700 RPM. അതുപോലെ ഇതിൻ്റെ മാക്സിമം ടോർക്ക് 142 ന്യൂട്ടൺ മീറ്റർ, അത് 3200 RPM നൽകുന്നത്. ഈ വാഹനത്തിൻ്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വാഹനത്തിന് നൽകിയിരിക്കുന്നത് 65 ലിറ്ററാണ് ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി. അതുപോലെ ഡ്രം ബ്രേക്കുകളാണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. വാഹനത്തിൻ്റെ വീൽ ഡിസ്കിലേക്ക് നോക്കുകയാണെങ്കിൽ വീൽ ഡിസ്കിൽ നൽകിയിരിക്കുന്നത് ബോഡി കളറിനോട് സാദൃശ്യമായിട്ടുള്ള വീൽ കപ്പുകളാണ്. അതുപോലെ തന്നെ ബാക്ക് വീലിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ടൊരു വൈറ്റ് ഡിസൈനിങ് നൽകിയിട്ടുണ്ട്. ഈ വാഹനത്തിന് നൽകിയിരിക്കുന്ന വീൽ ബേസ് 2400 മില്ലിമീറ്ററാണ്. അതുപോലെ നീളം 4390 മില്ലിമീറ്റർ, വീതി 1740 മില്ലിമീറ്റർ, ഹൈറ്റ് 1320 മില്ലിമീറ്റർ. അതുപോലെ തന്നെ ഇതിന് നൽകിയിരിക്കുന്ന വെയിറ്റ് എന്ന് പറയുന്നത് 1158 കിലോഗ്രാം ആണ്. ഡോറുകളിൽ ഫ്രെയിംലെസ് ഗ്ലാസുകളാണ് നൽകിയിരിക്കുന്നത്. അതിന് കാരണം ഇതിൻ്റെ ഹാർഡ് ടോപ്പ് റിമൂവ് ചെയ്യാൻ പറ്റുമെന്നതാണ്. വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ അക്കാലത്തിൽ വെച്ച് ഏറ്റവും മികച്ച ഇൻറ്റീരിയർ തന്നെയാണ് കമ്പനി വാഹനത്തിന് നൽകിയിരിക്കുന്നത്. ഒരു വാഹനത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും ഈ ഒരു വാഹനത്തിനുള്ളിൽ അവർ നൽകിയിട്ടുണ്ട്. വാഹനത്തിനൊരു 4 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ് കമ്പനി നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇൻറ്റീരിയർ അതിമനോഹരമാക്കാൻ കമ്പനി ശ്രദ്ധിച്ചിട്ടുമുണ്ട്. വാഹനത്തിൻ്റെ സീറ്റുകളും നമ്മൾ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. അതുപോലെ ഈ വാഹനത്തിനകത്ത് സ്വിച്ചുകളെല്ലാം ഒരു ഓർഡർ തന്നെയാണ് കമ്പനി പ്ലേസ് ചെയ്തിരിക്കുന്നത്, ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ട്. അതൊരു നല്ലൊരു അറേഞ്ച്മെൻറ്റ് തന്നെയാണ്. അതുപോലെ തന്നെ ഗ്ലോ ബോക്സിൻ്റെ സൈഡിലായിട്ട് ഒരു അനലോഗ് ക്ലോക്ക് നൽകിയിട്ടുണ്ട്. അതിന് തൊട്ടിപ്പുറത്തായിട്ട് ഒരു FM റേഡിയോയും നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഓഡോമീറ്ററും ടാക്കോമീറ്ററും സ്പീഡോമീറ്ററും ഒക്കെ ഇച്ചിരി വലിപ്പത്തിലാണ് നൽകിയിരിക്കുന്നത്. ബാക്കിയുള്ള മീറ്ററെല്ലാം കുറച്ച് ചെറുതാക്കിയെങ്കിലും സ്പീഡോമീറ്ററും ടാക്കോമീറ്ററും അല്പം വലുത് തന്നെയാണ്. ഇതൊരു റിയർ വീൽ ഡ്രൈവ് വാഹനമാണ്. അതിമനോഹരമായ ഒരു വാഹനം തന്നെയാണ്. വിൻറ്റേജ് വാഹന പ്രേമികളെ സംബന്ധിച്ച് ഒരു ഡ്രീം കാർ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന തരത്തിലുള്ളൊരു വാഹനം തന്നെയാണ്.